സെറ്റ്സിലേക്ക് പോകാം. രണ്ടാമത്തേത് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇവിടെ നമുക്ക് രണ്ട് സെറ്റുകൾ കൺസിഡർ ചെയ്യാം. എ എന്ന് പറഞ്ഞ സെറ്റ് എലമെന്റ്സ് 1 2 3 4 ആണെന്ന് വിചാരിക്കുക. ബി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സ് 3 4 5 6 7 ആണ്. നമുക്കറിയാം രണ്ട് സെറ്റിന്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് മൂന്നാമത് ഒരു സെറ്റ് കിട്ടും. ഓക്കെ, ഞാൻ ആ സെറ്റിന് സി എന്ന് പേര് കൊടുക്കുന്നു. സോ ഇവിടെ വി കൺസ്ട്രക്ട് എ സെറ്റ് സി by combining all common elements of A and B. മനസ്സിലായല്ലോ? ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂണിയൻ ചെയ്ത സമയത്ത് രണ്ടിലെയും എല്ലാ എലമെന്റ്സ് എഴുതുകയാണ് ചെയ്തത്. പക്ഷെ ഇന്റർസെക്ഷനിൽ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്? 3ഉം 4ഉം മാത്രമാണ് ഈ രണ്ട് സെറ്റിലുമുള്ള എലമെന്റ്സ്. സോ സി എന്ന് പറയുന്നത് 3, 4 ആണ്. ഈ സെറ്റ് സീനെയാണ് നമ്മൾ പറയുന്നത് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഇന്റർസെക്ഷൻ ആണ് സി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് the intersection of two sets A and B is the set consisting of all elements which belong to both A and B. രണ്ടിലുള്ള എലമെന്റ്സ് ആണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റിൽ വരും. ഇന്റർസെക്ഷൻ സൂചിപ്പിക്കാനായിട്ട് നമ്മളൊരു സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സിമ്പിളാണ് നമ്മൾ ഇന്റർസെക്ഷന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബിനെ അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഓക്കെ, സോ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഈസ് റിട്ടൺ ആസ് എ ഇന്റർസെക്ഷൻ ബി. ഇത് വായിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് സെറ്റ് ബിൽഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഇവിടെ സി. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? കോമൺ പ്രോപ്പർട്ടി എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു, ഇതിൽ ഒരു എലമെന്റ് 3 എന്ന എലമെന്റ് എടുക്കുകയാണെങ്കിൽ 3 എവിടെയുണ്ട്? എയിലുമുണ്ട്. ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഇവിടെ ഓർക്കുക, ആൻഡ് എന്ന് കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാണ്? ഇന്റർസെക്ഷൻ ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച യൂണിയൻ ഒന്നും കൂടെ എഴുതാം. എ യൂണിയൻ ബി ആയിരുന്നപ്പോൾ എന്താ? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ആണ്. എക്സ് എയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടായിരിക്കണം. ഇവിടെയാണെങ്കിലും എക്സ് എയിലും ഉണ്ടായിരിക്കണം ബിയിലും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി. ഇനി നമുക്ക് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സിന്റെ ഡെഫിനിഷൻ കാണാം. Definition of intersection of sets. The intersection of sets A and B is the set of all elements which are common to both A and B. The symbol is used to denote the intersection. The intersection of two sets A and B is the set of all those elements which belong to both A and B. The intersection of sets A and B is written as A intersection B. ഇങ്ങനെയാണ് ഇത് വായിക്കുക. A intersection B in set builder formula x such that x belongs to A and x belongs to B. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം നമുക്ക് എന്തായാലും എക്സാമിന് പ്രൂഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സമയത്ത് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ പഠിച്ച എ യൂണിയൻ ബിയുടെ ഈ സെറ്റ് ബിൽഡർ ഫോം ഓർത്ത് വയ്ക്കുക. എ ഇന്റർസെക്ഷൻ ബിയുടെയും സെറ്റ് ബിൽഡർ ഫോം ഓർത്ത് വയ്ക്കുക. Now let's draw the Venn diagram of A intersection B. A intersection B യുടെ Venn diagram വരയ്ക്കും. Venn diagram വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എക്സാമിന് എന്തായാലും ചോദിക്കും. ഒരു സെറ്റിന്റെ ഓപ്പറേഷനുള്ള സെറ്റ്സ് തന്നിട്ട്, രണ്ട് സെറ്റുകളെ ഏതെങ്കിലും ഓപ്പറേഷനിൽ തന്നിട്ട് അതിന്റെ Venn diagram വരയ്ക്കാൻ എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഹിയർ ലെറ്റ് us draw the Venn diagram of A intersection B. Venn diagram വരയ്ക്കാൻ ആദ്യം നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കണം. നല്ല നീറ്റായിട്ട് വരയ്ക്കണം. കൈകൊണ്ട് വരച്ചാൽ പോരാ. ഇപ്പോൾ ഇവിടെ ഞാൻ വളരെ റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് യു. അത് കഴിഞ്ഞിട്ട് എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ രണ്ട് സെറ്റ് എയും ബിയും അതിനെ ഓവർലാപ്പ് ചെയ്ത സെറ്റുകൾ തന്നെ വരയ്ക്കും. സർക്കിൾ വരയ്ക്കും. ഓക്കെ, സോ ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. നമുക്ക്
ഇനി ഷെയ്ഡ് ചെയ്യണം. എ ഇന്റർസെക്ഷൻ ബി ഏത് പാർട്ടാണെന്ന് ഷെയ്ഡ് ചെയ്യണം. നമ്മൾ എ യൂണിയൻ ബി ചെയ്തപ്പോൾ എയിലെ എല്ലാ എലമെന്റ്സും വരും, ബിയിലെ എല്ലാ എലമെന്റ്സും വരും. സോ ഈ രണ്ട് സർക്കിളും കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തിരുന്നു. ഇവിടെ എ ഇന്റർസെക്ഷൻ ബിയിൽ നമുക്കറിയാം എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമാണ് എ ഇന്റർസെക്ഷൻ ബിയിൽ വരും. സോ ഈ രണ്ട് സർക്കിളിലും കോമൺ ആയിട്ടുള്ള പോർഷൻ മാത്രം ഷെയ്ഡ് ചെയ്യും. സോ ഈ രണ്ട് സർക്കിളിലും കോമൺ ആയിട്ടുള്ള പോർഷൻ ഏതാണ്? ഈ നടുവിൽ കാണുന്ന പോർഷനാണ്. സോ അത് മാത്രം ഷെയ്ഡ് ചെയ്യുക. അതാണ് എ ഇന്റർസെക്ഷൻ ബി. സോ ദിസ് ഇസ് ദ വെൻ ഡയഗ്രാം ഓഫ് എ ഇന്റർസെക്ഷൻ ബി. Example 15, page number 15. Let A is equal to set 2, 4, 6, 8 and B is equal to set 6, 8, 10, 12. Find A intersection B. So Aയും Bയും തന്നിട്ടുണ്ട്. A intersection B is another set ആണ്. ഈ സെറ്റിൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമാണ് വരിക. സോ എയിലെയും ബിയിലെയും എലമെന്റ്സ് നോക്കൂ. കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 6ഉം 8ഉം മാത്രമാണ്. സോ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 6,8. Example 16, page number 15. Let x is equal to Ram, Geeta, Akbar be the set of students of class 11th who are in school hockey team. Let y is equal to Geeta, David and Ashok be the set of students from class 11th who are in the school football team. Find x intersection y. സോ എക്സ് എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. അതിലുള്ള എലമെന്റ്സ് റാം, ഗീത, അക്ബർ ആണ്. വൈ എന്ന് പറഞ്ഞ സെറ്റും തന്നിട്ടുണ്ട്. അതിലെ എലമെന്റ്സ് ഗീത, ഡേവിഡ് ആൻഡ് അശോക് ആണ്. സോ വാട്ട് ഇസ് എക്സ് ഇന്റർസെക്ഷൻ വൈ? എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിലും വൈയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. സോ ഇവിടെ എക്സിലും വൈയിലും കോമൺ ആയിട്ടുള്ളത് ഗീത ആണ്. സോ വി റൈറ്റ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു ദ സെറ്റ് ഗീത. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? സോ എക്സ് ഇന്റർസെക്ഷൻ വൈ മീൻസ് വാട്ട്? ദിസ് ഈസ് ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് 11th who are in the hockey team as well as in the football team. ഓക്കെ, സോ രണ്ട് ടീമിലുള്ള ആളാണ് ആര്? ഗീത. Example 17, page number 15. Let A is equal to 1, 2, 3, 4, 5, 6, 7, 8, 9, 10. And B is equal to 2, 3, 5, 7. Find A intersection B and hence show that A intersection B is equal to B. So ഇവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും. First we need to find A intersection B. A intersection B means what? It is the set which contains the elements common to both A and B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് A intersection B എന്ന സെറ്റിൽ എഴുതുക. സോ നിങ്ങൾക്ക് കാണാം 2ഉം 3ഉം 5ഉം 7ഉമാണ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. സോ നിങ്ങൾക്ക് ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ സെറ്റ് തന്നെയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ബി. ഓക്കെ, സോ ഈ രണ്ട് സെറ്റിൽ നിന്നും എന്താണ് ഒബ്സർവ് ചെയ്തത്? ഇവിടെ രണ്ട് സെറ്റ് എയും ബിയും തന്നിട്ടുണ്ട്. ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ട്. സോ വി സേ ബി ഹിയർ ബി ഈസ് സബ്സെറ്റ് ഓഫ് എ. അപ്പൊ നമ്മൾ എന്താ കണ്ടത്? ബി സബ്സെറ്റ് ഓഫ് എ ആകുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്താണ് വരുന്നത്? ബി ആണ് വരുന്നത്. നേരത്തെ യൂണിയൻ ചെയ്ത സമയത്ത് സൂപ്പർ സെറ്റ് എന്താണോ വരിക അതാണ് യൂണിയനിലെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ ഇന്റർസെക്ഷന്റെ കേസിൽ സബ്സെറ്റ് എന്താണോ വരിക അതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഇഫ് ബി ഈസ് സബ്സെറ്റ് ഓഫ് എ ദെൻ എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? ബി ആയിരിക്കും. Exercise 1.4, question number 5. Find the intersection of each of the following pairs of sets. So first pairൽ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, എക്സും വൈയും. X is 1, 3, 5, Y is 1, 2, 3. We need to find the intersection of these two sets. So intersection of two sets X and Y is denoted by X intersection Y. ഈ സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. സോ എക്സ് ഇന്റർസെക്ഷൻ വൈയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എക്സിലും വൈയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. സോ എക്സിലും വൈയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കൂ, 3 മാത്രമേ ഉള്ളൂ. 3 എക്സിലും ഉണ്ട്, വൈയിലും ഉണ്ട്. ഓക്കെ, സോ എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 3. നെക്സ്റ്റ് പെയർസ് ഓഫ് സെറ്റ്സ് കാണാം. എ എലമെന്റ്സ് എ ഇ ഐ ഒ യു, ബി എ ബി സി. വി നീഡ് ടു ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബിയിൽ എലമെന്റ്സ് ആയി വരിക. സോ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? എ മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്.
So A intersection B is equal to singleton set A. അടുത്ത pairs of sets A is equal to x such that x is a natural number and multiple of 3. B is equal to x such that x is a natural number less than 6. So here the two sets are given in set builder form. So let us write these two sets in roster form first. So A in a roster form എഴുതുമ്പോൾ എന്താ കിട്ടുക? എയിലെ എലമെന്റ്സിന്റെ ഒക്കെ കോമൺ പ്രോപ്പർട്ടിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. സോ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3, 6, 9, 12 അങ്ങനെ നീണ്ടുപോകും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇൻഫൈനൈറ്റ് സെറ്റാണ് എ. ബി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സിന്റെ കോമൺ പ്രോപ്പർട്ടി എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 6നേക്കാളും ചെറുതുമായിരിക്കും. സോ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5. ഓക്കെ, ഇനി നമുക്ക് എ ഇന്റർസെക്ഷൻ ബി എഴുതാം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. സോ എയിലും ബിയിലും കോമൺ ആയിട്ട് നമുക്ക് ഒരേ ഒരു എലമെന്റ് കാണുന്നുള്ളൂ, അത് 3 ആണ്. സോ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 3. ഒരു കറക്ഷൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എക്സ് ഇസ് 1, 3, 5, y 1, 2, 3. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിൽ ഞാൻ 1 എഴുതാൻ വിട്ടുപോയി. സോ 1ഉം 3ഉം ആണ് വരിക. Next two pairs of sets A and B. A is in set builder form x such that x is a natural number and 1 less than x less than or equal to 6. B another set builder formula x such that x is a natural number and 6 less than x less than 10. So ഈ രണ്ട് സെറ്റുകളെ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് ആദ്യം മാറ്റി എഴുതാം. സോ എയിലെ എലമെന്റ്സ് ഏതാ വരും? എയിലെ എലമെന്റ്സിന്റെ ഒക്കെ പ്രത്യേകതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 1നും 6നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ ആയിരിക്കണം. 6ഉം ഉൾപ്പെടുന്നുണ്ട്. സോ ഏതൊക്കെയാണ് 1നും 6നും ഇടയ്ക്ക്? 1 ഉൾപ്പെടുന്നില്ല, 6 ഉൾപ്പെടുന്ന നാച്ചുറൽ നമ്പേഴ്സ് 2, 3, 4, 5, 6. Okay, now let's write set B in roster form. Here we have x such that x is a natural number and 6 less than x less than 10. That is, here in set B, the numbers are natural numbers. The elements are natural numbers which are in between 6 and 10. Okay, 6നും 10നും ഇടയ്ക്കുള്ള natural numbers excluding 6 and 10. What are they? 7, 8 and 9. Okay, now write A intersection B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സ് ആയി വരിക. സോ യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് നോ എലമെന്റ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. റൈറ്റ് എ ഇന്റർസെക്ഷൻ ബി ഇസ് എംപ്റ്റി സെറ്റ്. ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിന് നമ്മൾ എംപ്റ്റി സെറ്റ് എന്നാ പറയുക. സോ ഹിയർ എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എംപ്റ്റി. നെക്സ്റ്റ് pairs of sets A is equal to 1, 2, 3, B is equal to empty set. We need to find A intersection B. B empty set ആണ്. സോ ദാറ്റ് മീൻസ് ബിയിൽ ഒരു എലമെന്റ്സും ഇല്ല. എയിൽ എലമെന്റ്സ് 1, 2, 3 ആണ്. സോ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. സോ എ ഇന്റർസെക്ഷൻ ബി ഇസ് എംപ്റ്റി. ഇവിടെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിക്ക് പകരം ഞാൻ എംപ്റ്റി സെറ്റ് കൊടുക്കുന്നു. എ ഇന്റർസെക്ഷൻ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടി എംപ്റ്റി സെറ്റ് എന്ന്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് ഇന്റർസെക്ഷൻ ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്. ഫൈ ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണ്. സോ ഫൈ സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ഫൈ എന്താ വരിക? ഏതാണോ സബ്സെറ്റ് വരിക അതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ എ ഇന്റർസെക്ഷൻ ഫൈ ഈസ് ഈക്വൽ ടു 5. Exercise 1.4 question number 6. If A is equal to 3, 5, 7, 9, 11, B is equal to 7, 9, 11, 13, C is equal to 11, 13, 15 and D is equal to 15, 17, find. നമുക്ക് സെറ്റുകൾ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി കാണണം, ബി ഇന്റർസെക്ഷൻ സി, എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി, എ ഇന്റർസെക്ഷൻ സി ബി ഇന്റർസെക്ഷൻ ഡി, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, എ ഇന്റർസെക്ഷൻ ഡി, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. യൂണിയൻ ഓഫ് ടു സെറ്റ്സും ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സും കാണാൻ പഠിച്ച കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എ ഇന്റർസെക്ഷൻ ബി. അപ്പം ഞാൻ എയും ബിയും ഒന്നും കൂടെ എടുത്ത് എഴുതുന്നില്ല, ഇവിടെ നോക്കിയാൽ മതി. എയും ബിയും ഇതാണ് എയും ബിയും. ഈ രണ്ട് സെറ്റിലും എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ
സെറ്റാണ് എ ഇന്റർസെക്ഷൻ ബി. സോ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 7, 9, 11. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. സോ 3 എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബിയിൽ വരിക, 7, 9, 11. ഓക്കെ. അടുത്തത് കാണാൻ പറഞ്ഞിരിക്കുന്നത് ബി ഇന്റർസെക്ഷൻ സി ആണ്. സോ ബി എന്ന് പറഞ്ഞ സെറ്റും സി എന്ന് പറഞ്ഞ സെറ്റും മാത്രം കൺസിഡർ ചെയ്യുക. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. So we can see that 11 and 13 are common to both B and C. So B intersection C, we have the elements 11 and 13. Okay. ഇനി അടുത്തത് കാണാൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തതിൽ A intersection C intersection D. C intersection ആണ്, C intersection D. എയിലും സിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് വേണം ഇവിടെ എഴുതാൻ. സോ ഈ 3 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? എയും സിയും എടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് 11 മാത്രമേ വരുന്നുള്ളൂ. നോക്കൂ, അപ്പോൾ 11 കോമൺ ആണ്. ആ 11 പക്ഷേ ഡിയിൽ ഇല്ല. സോ ഈ 3 സെറ്റിലും കോമൺ ആയിട്ട് യാതൊരു എലമെന്റ്സും ഇല്ല. സോ വി റൈറ്റ് ഇറ്റ് ഈസ് ആൻ എംപ്റ്റി സെറ്റ്. ഓക്കെ. ഇനി അടുത്തത് നാലാമത്തത് ആൻസർ ചെയ്യാം. നാലാമത് ആൻസർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ഇന്റർസെക്ഷൻ സി കാണാനാണ്. സോ എയും സിയും മാത്രം എടുക്കാം. എയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 11 മാത്രമേ ഉള്ളൂ. സോ എ ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു സെറ്റ് 11. ഓക്കെ. ഇനി ഫിഫ്ത്ത് വൺ ബി ഇന്റർസെക്ഷൻ ഡി കാണാനാണ് പറഞ്ഞത്. ബി ഇന്റർസെക്ഷൻ ഡി. ബി എന്ന് പറഞ്ഞ സെറ്റ് നോക്കുക, ഡി എന്ന് പറഞ്ഞ സെറ്റ് നോക്കുക. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, ബിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? കോമൺ ആയിട്ട് യാതൊരു എലമെന്റും ഇല്ല. സോ ബി ഇന്റർസെക്ഷൻ ഡി ഇസ് എംപ്റ്റി സെറ്റ് ആണ്. ഓക്കെ. നൗ സിക്സ്ത് വൺ വി നീഡ് ടു ആൻസർ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഓക്കെ. അപ്പൊ ബ്രാക്കറ്റിലുള്ള ഓപ്പറേഷൻ ആദ്യം ചെയ്യണം. സോ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3, 5, 7, 9, 11 ആണ് ഇന്റർസെക്ഷൻ. ബി യൂണിയൻ സി നമുക്ക് എഴുതാം. ബിയിലും ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലുള്ള എലമെന്റ്സ് എല്ലാം എഴുതണം, സിയിലുള്ള എലമെന്റ്സ് എല്ലാം എഴുതണം. അതാണ് ബി യൂണിയൻ സി. സോ ബി യൂണിയൻ സിയിൽ ഏതൊക്കെ വരും? 7, 9, 11, 13. ഞാൻ ബിയിലെ എല്ലാ എലമെന്റ്സും എഴുതി കഴിഞ്ഞു. ഇനി സിയിലെ 11ഉം 13ഉം ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു ഇവിടെ. അപ്പൊ ഇനി ഏതേ ഉള്ളൂ? 15ഉം കൂടെ ഉള്ളൂ. സോ നമുക്ക് 2 സെറ്റ് കിട്ടി. 2 സെറ്റിന്റെ ഇന്റർസെക്ഷൻ കാണണം. ദാറ്റ് മീൻസ് ഈ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എഴുതണം. 2 സെറ്റ് നോക്കുമ്പോൾ കാണാം നമുക്ക് 7ഉം 9ഉം 11ഉം കോമൺ ആണ്. സോ വി റൈറ്റ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു 7, 9, 11. ഓക്കെ. ഇനി 7th വൺ ആൻസർ ചെയ്യാം. എ ഇന്റർസെക്ഷൻ ഡി. എയും ഡിയും മാത്രം നോക്കാം. എയിലും ഡിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാന്ന് കാണാം. എയിലും ഡിയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും ഇല്ല. സോ വി റൈറ്റ് എ ഇന്റർസെക്ഷൻ ഡി ഇസ് എംപ്റ്റി സെറ്റ്. ഓക്കെ. ഇനി അടുത്തത് എട്ടാമത്തത്. ഇവിടെ നമുക്ക് കാണേണ്ടത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി ആണ്. ഓക്കെ. എ ഇന്റർസെക്ഷൻ. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ആദ്യം ചെയ്യണം. സോ എ ഇന്റർസെക്ഷന് പുറത്തുണ്ട്. സോ നമുക്ക് എ എന്ന് പറഞ്ഞ സെറ്റ് ആദ്യം എഴുതാം. 3, 5, 7, 9, 11 ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി. ബിയും ഡിയും ബി യൂണിയൻ ഡി. ഓക്കെ. ബി യൂണിയൻ ഡി ഏതാ വരുന്നത്? 7. ബിയിലെ എലമെന്റ്സ് എല്ലാം എഴുതണം, ഡിയിലെ എലമെന്റ്സ് എല്ലാം എഴുതണം. സോ വി ഹാവ് 7, 9, 11, 13. ഇനി ഡിയിലെ എലമെന്റ്സ് 15ഉം 17. അപ്പോൾ ഈ 2 സെറ്റ് കിട്ടി. 2 സെറ്റിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 7ഉം 9ഉം 11ഉം മാത്രം. സോ വി ഹാവ് 7, 9, 11. അടുത്തത് 9th വൺ ആൻസർ ചെയ്യാം. 9th വൺ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. 2 ബ്രാക്കറ്റ് ഉണ്ട്. സോ ആദ്യത്തെ സെറ്റ് എ ഇന്റർസെക്ഷൻ ബി ഏതാന്ന് കാണണം, ബി യൂണിയൻ സി ഏതാന്ന് കാണണം, അതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ കാണണം. അതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കാണാൻ എയും ബിയും നോക്കുക. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ഇന്റർസെക്ഷൻ ബി എത്രയാണ്? 7, 9, 11 ആണ് വരിക. സോ എ ഇന്റർസെക്ഷൻ ബിക്ക് പകരം നമുക്ക് 7, 9, 11 എന്ന് എഴുതാം. ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ബി യൂണിയൻ സിയും നമ്മൾ 6th പാർട്ടിൽ ബി യൂണിയൻ സി കണ്ടിരുന്നു. ഏതാണിത്? 7, 9, 11, 13, 15. ഓക്കെ. 7, 9, 11, 13, 15.
സോ ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് എല്ലാം സെക്കൻഡ് സെറ്റിൽ ഉണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് സെറ്റ് സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ് ആണ്. സോ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സബ്സെറ്റ് ആണ് 7, 9, 11. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യുകയും ചെയ്യാം, കാരണം 7, 9, 11 ആണ് കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്. സോ ആൻസർ ഈസ് 7, 9, 11. അടുത്തതായിട്ട് അവസാനം നമുക്ക് ആൻസർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. ഓക്കെ, എ യൂണിയൻ ഡി നമുക്ക് കണ്ടുപിടിക്കണം. എയും തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. സോ എ യൂണിയൻ ഡി എന്ന് പറഞ്ഞാൽ ഇതാ യൂണിയൻ എടുക്കുമ്പോൾ ഇതിൽ എലമെന്റ്സ് എല്ലാം എഴുതണം, ഇതിൽ എലമെന്റ്സും എല്ലാം എഴുതണം. സോ നമുക്ക് എ യൂണിയൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 3, 5, 7, 9, 11, 15, 17. യൂണിയൻ ബി യൂണിയൻ സി. ഓൾറെഡി നമ്മൾ ബി യൂണിയൻ സി കണ്ടിരുന്നു. ബിയും സിയും യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7, 9, 11, 13, 15 ആണ്. ഓക്കെ, സോ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് 7 വരും, 9 വരും, 11 വരും, അതുപോലെ 15 വരും. ഓക്കെ, സോ ദിസ് ഇസ് എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 7. ഇഫ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ബിൽഡർ ഫോമിൽ 4 സെറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്, എയും ബിയും സിയും ഡിയും. എ എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. ബി is equal to x such that x is an even natural number. C, x such that x is an odd natural number. D, x such that x is a prime number. Find A intersection B, A intersection C, A intersection D, B intersection C, B intersection D and C intersection D. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന സെറ്റുകളെല്ലാം ഇൻഫൈനൈറ്റ് സെറ്റുകളാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫൈനൈറ്റ് സെറ്റാണ്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫൈനൈറ്റ് സെറ്റാണ്, പ്രൈം നമ്പറും ഇൻഫൈനൈറ്റ് സെറ്റാണ്. സോ എല്ലാം ഇൻഫൈനൈറ്റ് സെറ്റുകൾ ആയതുകൊണ്ട് ഒന്ന് മറ്റതിന്റെ സബ്സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് റോസ്റ്റർ ഫോമിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. എന്നാലും നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത് റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടായിരുന്നു. സോ ഇത് നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നെ എഴുതാം. എയിലെ എലമെന്റ്സ് ഏതൊക്കെയാ വരിക? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആണ്. സോ സെറ്റ് ഓഫ് ഫുൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവിടെ വരുന്നത്. സോ 1, 2, 3, 4 എക്സെട്ര. അതാണ് എ എന്ന് പറഞ്ഞ സെറ്റ് ഇൻ റോസ്റ്റർ ഫോം. ബി എന്ന് പറഞ്ഞ സെറ്റ് റോസ്റ്റർ ഫോമിലുണ്ട്, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ 2, 4, 6, 8 എക്സെട്ര. ഓക്കെ, സി എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. സോ ദാറ്റ് ഇസ് 1, 3, 5, 7 എക്സെട്ര. ഓക്കെ, അതുപോലെ ഡി എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറിന്റെ സെറ്റാണ്. സോ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2. സോ 2, 3, 5, 7 എക്സെട്ര. അങ്ങനെ 4 സെറ്റുകൾ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞു. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി ആണ്. സോ എയും ബിയും എടുക്കുക. ഒന്ന് മറ്റതിന്റെ സബ്സെറ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ബി സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ട്. സോ ഇവിടെ ബി ഈസ് സബ്സെറ്റ് ഓഫ് എ ആണ്. ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഏതാ? ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ സബ്സെറ്റ് ആയിട്ട് വരുന്ന ഏത് സെറ്റാണോ അതാണ് ആൻസർ ആയിട്ട് വരിക. സോ ഏതാണ്? ബി. സോ ആൻസർ എന്താ വരിക? ബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബി ഈസ് ഈക്വൽ ടു ഈ ഒരു സെറ്റ് ബിൽഡർ ഫോമിലുള്ള സെറ്റ് എഴുതാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിലെ സെറ്റ് എഴുതാം, അല്ലെങ്കിൽ സിംപ്ലി ബി എന്ന് എഴുതിയാലും ആൻസറായി. ഓക്കെ, സോ റീസൺ നിങ്ങൾക്ക് എഴുതാം സിൻസ് ബി ഈസ് സബ്സെറ്റ് ഓഫ് എ. അതേപോലെ രണ്ടാമത് നമ്മളോട് കാണാൻ പറഞ്ഞത് എ ഇന്റർസെക്ഷൻ സി ആണ്. എ ഈസ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, സി ഈസ് സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഒന്ന് മറ്റതിന്റെ സബ്സെറ്റ് ആണോ? 1, 3, 5, 7 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ദാറ്റ് മീൻസ് സി ഈസ് സബ്സെറ്റ് ഓഫ് എ. സി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ സി എന്താ? രണ്ട് സെറ്റിന് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരിക? സബ്സെറ്റ് ആയിട്ട് വരുന്ന ഏതാണോ അതാണ് ആൻസർ ആയിട്ട് വരിക. സോ ഏതാ വരിക? സി ആണ് ആൻസർ. ഓക്കെ, മൂന്നാമത് നമ്മളോട് കാണാൻ പറഞ്ഞത് എ ഇന്റർസെക്ഷൻ ഡി ആണ്. സോ എ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഡി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ്. എല്ലാ പ്രൈം നമ്പേഴ്സും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ഇവിടെ ഡി ഈസ് സബ്സെറ്റ് ഓഫ് എ ആണ്. ഡി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുന്ന സമയത്ത് സബ്സെറ്റ് ആയിട്ട് വന്നത് ഏതാണോ അതാണ് ആൻസർ ആയിട്ട് വരിക. എ ഇന്റർസെക്ഷൻ ഡി ഈസ് ഡി. നാലാമത് നമ്മളോട് കാണാൻ പറഞ്ഞത് ബി ഇന്റർസെക്ഷൻ സി ആണ്. ബി നോക്കൂ,
2, 4, 6, 8 എക്സെട്ര എന്നുള്ളതാണ്. അതിൽ എലമെന്റ്സ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, സി ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഒന്ന് മറ്റതിന്റെ സബ്സെറ്റ് അല്ല. ബിയിലെ എലമെന്റ്സ് ഒന്നും സിയിലില്ല. ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ആണ്, രണ്ടിലും വെവ്വേറെ നമ്പേഴ്സ് ആണുള്ളത്. സോ ഇതിൽ കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ല. സോ ബി ഇന്റർസെക്ഷൻ സി എന്താണ്? എം ടി സെറ്റ്. ഓക്കെ. ഇനി അഞ്ചാമത് നമ്മളോട് കാണാൻ പറഞ്ഞത് ബി ഇന്റർസെക്ഷൻ ഡി ആണ്. എന്ന് പറഞ്ഞാൽ ബിയിൽ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഡിയിൽ പ്രൈം നമ്പർ ആണ്. സോ ഈവൻ നമ്പർ ആവുകയും വേണം, പ്രൈം നമ്പർ ആവുകയും വേണം. അങ്ങനെയുള്ള ഒരേ ഒരു എലമെന്റേ ഉള്ളൂ. ഈവനും പ്രൈമും ആയിട്ടുള്ള ഒരേ എലമെന്റ് ഏതേ ഉള്ളൂ? 2. അതായത് 2 എന്ന് പറഞ്ഞ എലമെന്റ് മാത്രമാണ് ബിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ളത്. സോ ആൻസർ എന്താ? സെറ്റ് 2. സിംപ്ലി 2 എന്ന് എഴുതരുത്, തെറ്റാണ്. സെറ്റ് 2 ആണ്. ഓക്കെ. അടുത്തത് ആറാമത്തെ കാണാൻ പറഞ്ഞ സി ഇന്റർസെക്ഷൻ ഡി ആണ്. സി ഇന്റർസെക്ഷൻ ഡി. അപ്പം ഇവിടെ സി എന്ന് പറയുന്നത് സെറ്റ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ്, 1, 3, 5, 7 എക്സെട്ര. ഡി എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് ആണ്. സോ നമുക്കറിയാം പ്രൈം നമ്പേഴ്സിൽ 2 എന്ന നമ്പർ ഒഴിച്ച് ബാക്കി എല്ലാം ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? 3, 5, 7, പിന്നെ അങ്ങോട്ടേക്കുള്ളതെല്ലാം കോമൺ ആയിട്ടാണ് വരിക. സോ സി ഇന്റർസെക്ഷൻ ഡി ഈസ് ഈക്വൽ ടു 3, 5, 7 എക്സെട്ര. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. If A is equal to 1, 3, 5, 7, B is equal to 2, 4, 6, 8, then find A intersection B. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. A intersection B എന്ന് പറയുമ്പോൾ ഈ രണ്ട് സെറ്റിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് എഴുതുക. സോ ഇവിടെയുള്ള എലമെന്റ്സ് എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്, ഇവിടെയുള്ള എലമെന്റ്സ് എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. സോ രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ല. നമ്മളിപ്പോൾ ആ സെറ്റിനെ എം ടി സെറ്റ് എന്നാണ് പറയുക. A intersection B എം ടി ആണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടുകയാണെങ്കിൽ, രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഇന്റർസെക്ഷൻ എം ടി സെറ്റ് ആണെങ്കിൽ ദാറ്റ് 2 സെറ്റ്സ് ആർ കോൾഡ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ ആ സെറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. അപ്പൊ ഡിസ്ജോയിന്റ് സെറ്റ്സിന്റെ ഡെഫിനിഷൻ കാണാം. Disjoint sets. If A and B are two sets such that A intersection B is equal to empty, that means there are no elements which are common to A and B. Then these two sets A and B are called disjoint sets. ഇഷ്ടംപോലെ എക്സാമ്പിൾ എഴുതാൻ പറ്റും. രണ്ട് സെറ്റ് എഴുതുക, രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും എഴുതാതെ എഴുതിയാൽ ആ രണ്ട് സെറ്റുകളും ഡിസ്ജോയിന്റ് സെറ്റ്സ് ആയിരിക്കും. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. A 2, 4, 6, 8 B 1, 7, 9, 13 ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും ഇല്ല. സോ ദീസ് ടു സെറ്റ്സ് ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. നൗ ലെറ്റ്സ് ഡ്രോ ദ വെൻ ഡയഗ്രം ഓഫ് ഡിസ്ജോയിന്റ് സെറ്റ്. ഓക്കെ. അപ്പോൾ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കുക. യൂണിവേഴ്സൽ സെറ്റിനെ കാണിക്കാൻ റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഇനി ഇവിടെ നമുക്ക് A ഇന്റർസെക്ഷൻ B എം ടി ആണ്. അപ്പൊ എയും ബിയും രണ്ട് സെറ്റ്, രണ്ട് സർക്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കരുത്. കാരണം രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഇല്ല. അപ്പൊ നമ്മൾ ഓവർലാപ്പ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സർക്കിൾ വരച്ചാൽ മതി. ഇത് A, ഇത് B. എയിലും A ഇന്റർസെക്ഷൻ B എം ടി ആണ്, ഒരു എലമെന്റ് പോലും ഇല്ല. സോ ഷെയ്ഡ് ചെയ്യരുത്. Okay, so this is the Venn diagram of disjoint sets. Exercise 1.4 question number 8. Which of the following pairs of sets are disjoint? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ജോയിന്റ് എന്നുള്ള പേരോർക്കുക. രണ്ട് സെറ്റ് ഡിസ്ജോയിന്റ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ അതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ കാണണം. അത് എം ടി ആണോ എന്ന് നോക്കണം. എം ടി ആണെങ്കിൽ ദാറ്റ് ടു സെറ്റ്സ് ആർ കോൾഡ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. ഓക്കെ. ഇനി ഇവിടെ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് 1, 2, 3, 4 ആൻഡ് സെക്കൻഡ് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ സെറ്റ് 1, 2, 3, 4 ആണ്. ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ കാണാം. ഓക്കെ. രണ്ടാമത്തെ സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അതിന് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. സോ ഇവിടെ രണ്ടാമത്തെ സെറ്റിലെ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, കോമൺ പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, അതിൽ എലമെന്റ്സ് ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. അതേപോലെ അത് 4നും 6നും ഇടയ്ക്കുള്ളതും 4ഉം 6ഉം ഉൾപ്പെടുന്നതുമായിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കണം. സോ ഏതൊക്കെയാ വരിക? 4 വരും, 5 വരും, 6 വരും.
സോ ഈ രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഒരു എലമെന്റ് വരുന്നുണ്ട് ആണല്ലോ. 4 എന്ന് പറഞ്ഞ എലമെന്റ് കോമൺ ആണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് എങ്കിലും ഉണ്ട്. ഇതൊരു എംപ്റ്റി സെറ്റ് അല്ല, നോട്ട് ഈക്വൽ ടു എംപ്റ്റി. So therefore the pair of sets are not disjoint set. അടുത്ത pairs of sets, ആദ്യത്തെ സെറ്റ് എ ഇ ഐ ഒ യു, രണ്ടാമത്തെ സെറ്റ് സി ഡി ഇ എഫ്. രണ്ടും റോസ്റ്റർ ഫോമിൽ തന്ന സെറ്റുകളാണ്. സോ നമുക്ക് ആദ്യ രണ്ട് സെറ്റുകളുടെയും ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം. എംപ്റ്റി ആണെങ്കിൽ ഡിസ്ജോയിന്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് അല്ല. സോ ഇന്റർസെക്ഷൻ സി ഡി ഇ എഫ്, ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാണോ അത് എഴുതാം. സോ ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് നമുക്ക് ഇ എന്ന് പറഞ്ഞൊരു എലമെന്റ് കാണാൻ കഴിയുന്നുണ്ട്. സോ ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ടു സെറ്റ്സ് ഇസ് നോട്ട് ഈക്വൽ ടു എംപ്റ്റി. എംപ്റ്റി അല്ല. Therefore the two sets are not disjoint. Okay, another pair of set, ഇവിടെ രണ്ടും സെറ്റ് ബിൽഡർ ഫോമിൽ തന്ന സെറ്റുകളാണ്. ഫസ്റ്റ് വൺ x such that x is an even integer and x such that x is an odd integer. സോ ഈവൻ ഇൻറ്റിജർ ആണ്, ഓഡ് ഇൻറ്റിജർ ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എംപ്റ്റി സെറ്റ് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് എഴുതാം അതിന് റോസ്റ്റർ ഫോമിൽ. ഈവൻ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഏത് വരും? എക്സെട്ര ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഈവൻ ഇൻറ്റിജേഴ്സിൽ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വരും. അപ്പൊ -4, -2, പിന്നെ 0 നമ്മൾ ഈവൻ ഇൻറ്റിജർ ആയിട്ടാണ് എഴുതുക. ഓക്കെ, നമുക്കറിയാം 0 ഈസ് നെയ്തർ ഓഡ് നോർ ഈവൻ ആണ്. ഓടുമല്ല ഈവനും അല്ല എന്ന് പറയുമെങ്കിലും 0 നമ്മൾ ഈവൻ ഇൻറ്റിജറിൽ പെടുത്തുന്നുണ്ട്. ഓക്കെ, ഈവൻ ഇൻറ്റിജേഴ്സ് എഴുതാൻ പറയുമ്പോൾ, സെറ്റ് ഓഫ് ഈവൻ ഇൻറ്റിജേഴ്സ് എഴുതാൻ പറയുമ്പോൾ 0യും എഴുതണം. 2, 4, 6 എക്സെട്ര. ഇന്റർസെക്ഷൻ ഓഡ് ഇൻറ്റിജർ എഴുതുമ്പോൾ 0 എഴുതാൻ പാടില്ല. അപ്പോൾ നമ്മൾ എക്സെട്ര -3, -1 കഴിഞ്ഞ് അടുത്ത നമ്പർ നമ്മൾ 1 ആണ് എഴുതുക. 1, 3 എക്സെട്ര. സോ ഇത് ഈവൻ ഇൻറ്റിജേഴ്സ് ആണ്, ഇത് ഓഡ് ഇൻറ്റിജേഴ്സ് ആണ്. രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും ഇല്ല. സോ ദിസ് ഇസ് എംപ്റ്റി സെറ്റ് ആണ്. സോ ദ ടു സെറ്റ്സ് ആർ ഡിസ്ജോയിന്റ്. Exercise 1.4 question number 12. State whether each of the following statement is true or false. Justify your answer. First statement തന്നിരിക്കുന്നത് 2, 3, 4, 5 and 3, 6 are disjoint sets. Is it true or not? രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. ഡിസ്ജോയിന്റ് ആവണമെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷൻ എംപ്റ്റി ആയിരിക്കണം. ഈ രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എംപ്റ്റി സെറ്റ് ആണോ കിട്ടുക? നോ. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷനിൽ ഇത് രണ്ടിലും കോമൺ ആയിട്ട് 3 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. സോ ഇത് എംപ്റ്റി സെറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഡിസ്ജോയിന്റ് സെറ്റുമല്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ദിസ് ഇസ് ഫോൾസ്. റീസൺ നമുക്ക് എഴുതണം. സിൻസ് ഈ രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എടുക്കാം. ഇന്റർസെക്ഷൻ 3, 6 that's equal to 3, not equal to empty. Therefore the two sets are not disjoint. Okay, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. A, E, I, O, U and A, B, C, D are disjoint sets. Is it true statement? ഈ രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ എലമെന്റ് കോമൺ ആയിട്ട് കാണാം. സോ ദീസ് ടു സെറ്റ്സ് ആർ നോട്ട് ഡിസ്ജോയിന്റ്. ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. റീസൺ എന്താ? സിൻസ് ആദ്യത്തെ രണ്ട് സെറ്റുകളുടെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ we get A as common element. So this set is intersection of these two sets is not empty. Therefore the two sets are not disjoint. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2, 6, 10, 14 and 3, 7, 11, 15 are disjoint set. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? ഈ രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എംപ്റ്റി സെറ്റ് ആണോ കിട്ടുക? അതെ. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും ഇല്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ.
റീസൺ എഴുതാം. സിൻസ് 2, 6, 10, 14 intersection 3, 7, 11, 15 is equal to empty. So the two sets are disjoint set. Okay. Next statement. Set 2, 6, 10 and set 3, 7, 11 are disjoint sets. This statement is also true because the intersection of these two sets empty aanu. So the two sets are disjoint. Some properties of operation of intersection. The first property is commutative law. That is A intersection B is equal to B intersection A. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാം, എക്സാമ്പിളിലൂടെ വെരിഫൈ ചെയ്യാം. Okay. So let us consider two sets A and B. Let A is equal to 1, 2, 3. Okay. And B is equal to 3, 4, 5. So to prove a statement, to prove an equation, find left side of the equation and right side of the equation, check whether they are equal. Okay. So left side ഇവിടെ നമുക്ക് A intersection B ആണ്. So let us find A intersection B. A intersection B means the elements common to both A and B. So only one element. So A intersection B is equal to singleton set 3. ഇത് equation number 1 ആയിട്ട് എടുക്കുക. Next let us find B intersection A. The elements common to B and A. So there also we can see only one element, that is 3. ഇവിടെ രണ്ടിടത്ത് നിങ്ങൾക്ക് കാണാം രണ്ട് ഇക്വേഷനിലും റൈറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ ഫ്രം 1 and 2 we can write left sides ഈക്വൽ ആണെന്ന്. That is the two sets A intersection B and B intersection A have exactly the same elements. So these two sets are equal. From 1 and 2 A intersection B is equal to B intersection A. Okay. Thus intersection of sets is commutative. A intersection B is equal to B intersection A for any two sets A and B. Now the second property, that is associative law. For any three sets A, B and C, A intersection B intersection C is equal to A intersection B intersection C. നമുക്ക് ഇതും വെരിഫൈ ചെയ്യാം. നമുക്ക് മൂന്ന് സെറ്റുകൾ എടുക്കാം. ലെറ്റ് A is equal to 1, 2, 3. B is equal to 3, 4, 5. C is equal to 5, 6. Okay. So A intersection B intersection C. A intersection B കാണണം. ബ്രാക്കറ്റിലുള്ളത് ഫസ്റ്റ് കാണാം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 3. ഇന്റർസെക്ഷൻ C 5, 6. ഇനി 3യിലും ഈ രണ്ട് സെറ്റുകളിലും കോമൺ ആയിട്ടുള്ളത്, ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നുമില്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. സോ വി ഹാവ് A intersection B intersection C is equal to empty set. So this can be taken as equation number 1. ഇനി നമ്മൾ A intersection B intersection C കാണും. A is set 1, 2, 3. Intersection B intersection C. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കുക. ഓൺലി വൺ എലമെന്റ്, ദാറ്റ് ഇസ് 5. സോ വി റൈറ്റ് ഇന്റർസെക്ഷൻ 5. ഇനി ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നുമില്ല. സോ വി റൈറ്റ് ദാറ്റ് സെറ്റ് ഇസ് എംപ്റ്റി സെറ്റ്. So we have A intersection B intersection C is equal to empty set. Equation number 2. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് എഴുതാൻ പറ്റും. From 1 and 2 A intersection B intersection C is equal to A intersection B intersection C for any three sets A, B and C. Thus associative law holds good for operation of intersection of sets. Next property, law of empty set, law of phi. A intersection phi is equal to phi. Okay. നമുക്കറിയാം phi is subset of A ആണ്. phi subset of A ആണെങ്കിൽ A intersection
ഫൈ എന്ന് പറയുന്നത് സബ്സെറ്റ് ഏതാണോ വരിക അതാണ് ഇന്റർസെക്ഷനിൽ ആൻസർ ആയിട്ട് വരിക. സോ എ ഇന്റർസെക്ഷൻ ഫൈ ഈസ് ഈക്വൽ ടു ഫൈ. സോ ദിസ് ഇസ് ലോ ഓഫ് ഫൈ. നെക്സ്റ്റ് ഓപ്പറേഷൻ, നെക്സ്റ്റ് പ്രോപ്പർട്ടി, ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ്, ലോ ഓഫ് യു. A intersection U is equal to A. We know that A is subset of universal set. So A intersection U is equal to subset ആയിട്ട് വരുന്ന സെറ്റ് ഏതാണോ അതാണ് ഇന്റർസെക്ഷനിൽ ആൻസർ ആയിട്ട് വരിക. So A intersection U is equal to A. ഐഡംപൊട്ടന്റ് ലോ. A intersection A is equal to A. യൂണിയനിൽ നമ്മൾ ഐഡംപൊട്ടന്റ് ലോ കണ്ടതാണ്. A യൂണിയൻ A is equal to A എന്നതാണ്. ഒരേ സെറ്റിൽ തന്നെ ഓപ്പറേഷൻ കൊടുക്കുമ്പം അതേ സെറ്റ് തന്നെ ആൻസർ ആയിട്ട് വരുന്ന ലോയ്ക്കാണ് നമ്മൾ ഐഡംപൊട്ടന്റ് ലോ എന്ന് പറയുന്നത്. എ ഇന്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു എ. യു ക്യാൻ വെരിഫൈ ബൈ എനി എക്സാമ്പിൾ. എ ഏത് സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും 1 2 3 എന്ന് എടുക്കുന്നു. സോ എ ഇന്റർസെക്ഷൻ എയിലും കോമൺ ആയിട്ടുള്ളത് എന്ത് തന്നെയാണ്? 1 2 3 തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് സാറ്റിസ്ഫൈസ് ഐഡംപൊട്ടന്റ് ലോ. Next property on operation of intersection, distributive law. A union B intersection C is equal to A union B intersection A union C. A intersection B union C is equal to A intersection B union A intersection C. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഫസ്റ്റ് റിസൾട്ട് A യൂണിയൻ B ഇന്റർസെക്ഷൻ C നെ എങ്ങനെ എഴുതി? നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറയില്ലേ, അതേപോലെ A യൂണിയൻ B ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇവിടെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നമുക്കിത് വെരിഫൈ ചെയ്യാം. ഈ രണ്ട് റിസൾട്ട്സും 3 സെറ്റ് എടുക്കാം, എയും ബിയും സിയും. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3, ബി ഈസ് ഈക്വൽ ടു 3 4 5, സി ഈസ് ഈക്വൽ ടു 5 6. ഏത് 3 സെറ്റുകളും എടുത്ത് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കും, റൈറ്റ് സൈഡും കണ്ടുപിടിക്കും, രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാം. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, സോ ദ സെറ്റ് എ ഈസ് 1 2 3. സോ 1 2 3 യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. അത് ബ്രാക്കറ്റിലാണ്, അപ്പോൾ അത് ആദ്യം ചെയ്യണം. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ്. സോ അത് സിംഗിൾട്ടൺ സെറ്റ് 5 ആണ്. സോ വാട്ട് ഇസ് സെറ്റ് 1 2 3 യൂണിയൻ സെറ്റ് 5? യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിലെ എലമെന്റ്സ് എഴുതണം. സോ 1 2 3 5. ഇതാണ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ആയിട്ട് കിട്ടുക. സോ നൗ ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി റൈറ്റ് സൈഡ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. സോ റൈറ്റ് സൈഡ് എഴുതാം എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. Okay, first let us find what is A union B. A is set 1 2 3, B is set 3 4 5. So A union B രണ്ടിലും ഉള്ള എലമെന്റ്സ് എഴുതുന്നു. So what do you get? 1 2 3 4 5. 3 ഒരു തവണ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇന്റർസെക്ഷൻ A യൂണിയൻ C. എയിലും സിയിലും ഉള്ള എലമെന്റ്സ്. സോ 1 2 3 5 6. ഓക്കെ, ഇനി ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റാണ്, ഇന്റർസെക്ഷൻ ആണ് എഴുതേണ്ടത്. സോ വാട്ട് യു ഗെറ്റ്? 1 കോമൺ ആണ്, 2 കോമൺ ആണ്, 3 കോമൺ ആണ്, 5ഉം കോമൺ ആണ്. സോ ദിസ് ഇസ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം നോക്കുക, രണ്ട് സെറ്റുകളിലും ഒരേ എലമെന്റ്സ് ആണ് ഉള്ളത്. സോ ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണ്. ഫ്രം 1 and 2 A union B intersection C is equal to A union B intersection A union C. സോ ഇതേപോലെ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട്, ഇതേ എക്സാമ്പിൾ തന്നെ ഉപയോഗിച്ചിട്ട് അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ രണ്ടാമത്തതും പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഓർത്ത് വയ്ക്കുക, എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഓപ്പറേഷൻ ഓഫ് ഇന്റർസെക്ഷനിൽ പഠിച്ച പ്രോപ്പർട്ടികളും അതുപോലെ തന്നെ ഓപ്പറേഷൻ ഓഫ് യൂണിയനിൽ പഠിച്ച പ്രോപ്പർട്ടികളും ഓർത്ത് വെക്കേണ്ടതാണ്.
നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സിൽ ഇപ്പോൾ പഠിച്ച ഈ പ്രോപ്പർട്ടീസിനെ കൂടാതെ പഠിക്കേണ്ടതായിട്ടുള്ള 2-3 റിസൾട്ടും കൂടിയുണ്ട്. അത് നോക്കാം. A intersection B is subset of A. A intersection B is subset of B. If A is subset of B, then A intersection B is equal to A. A intersection B യിലെ എലമെന്റ്സ് നമുക്ക് A intersection B യിൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എഴുതുന്ന സെറ്റാണ് A intersection B. സോ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമാണ് A intersection B യിൽ വരുന്നത്. സോ ആ എലമെന്റ് എ എന്ന സെറ്റിലും ഉണ്ടാവേണ്ടതാണ്. സോ എ ഇന്റർസെക്ഷൻ ബി ഈസ് സബ്സെറ്റ് ഓഫ് എ. അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി ഈസ് സബ്സെറ്റ് ഓഫ് ബി. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആയ എ ഈ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഏതാണോ സബ്സെറ്റ് വരുന്നത് അതാണ് ആൻസർ ആയിട്ട് വരും. സോ ഈ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. Miscellaneous exercise question number 12. Find sets A, B and C such that A intersection B, B intersection C and A intersection C are non-empty sets and A intersection B intersection C is empty. There may be many examples as solution to this question. നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാം. അപ്പോൾ എയും ബിയും സിയും 3 സെറ്റുകൾ എടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എയും ബിയും സെലക്ട് ചെയ്യുമ്പോൾ സെറ്റ് എഴുതുമ്പോൾ എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ സിയും എ ഇന്റർസെക്ഷൻ സിയും നോൺ എംപ്റ്റി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് എങ്കിലും കോമൺ ആയിട്ട് വരുന്ന വിധത്തിൽ വേണം നമുക്ക് 3 സെറ്റുകൾ ചൂസ് ചെയ്യാം. സോ ലെറ്റ് us take let A is equal to 1, 3, 5. ഓക്കെ, 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് എടുത്തു. ബി ഇസ് ഈക്വൽ ടു 2, 3, 6. ഓക്കെ, അപ്പം ഈ 2 സെറ്റിലും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഒരു എലമെന്റ് നമുക്ക് കിട്ടും, 3 എന്ന് കിട്ടും. ആ 3 എന്ന് പറഞ്ഞ എലമെന്റ് സിയിൽ ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ വേണം സി എടുക്കാൻ. ബിക്കോസ് 3 സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എംപ്റ്റി കിട്ടണം. എന്നാൽ ആ 2 സെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അവിടെ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവുകയും വേണം. സോ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് 3 ആണെങ്കിൽ 3 എന്ന എലമെന്റ് സിയിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ എയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവുകയും വേണം. എ ഇന്റർസെക്ഷൻ സി നോൺ എംപ്റ്റി ആയിരിക്കണം. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവുകയും വേണം. അപ്പം നമുക്ക് എയിലുള്ള എലമെന്റ് 3 ഒഴിവാക്കിയിട്ട് 1 ഓഫ് 5 സിയിൽ ആഡ് ചെയ്യും. 1 ഞാൻ എടുക്കുന്നു. ഓക്കെ, ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവണം. അത് 3 ആകാൻ പാടില്ല. സോ 2 എടുക്കാം. ഇനി വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതിലെ 3 ഒഴിവാക്കിയിട്ടുള്ള എലമെന്റ്സ് എഴുതിയാലും മതി. ഞാനിവിടെ 7 എടുക്കും. അപ്പം 3 സെറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി ഈസ്, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒരു എലമെന്റേ ഉള്ളൂ. സോ സിംഗിൾട്ടൺ സെറ്റ് 3. ബി ഇന്റർസെക്ഷൻ സി ഈസ്, ബിയിലും സിയിലും കോമൺ ആയിട്ട് 2 മാത്രമേ ഉള്ളൂ. സോ സിംഗിൾട്ടൺ സെറ്റ് 2. എ ഇന്റർസെക്ഷൻ സി, എയിലും സിയിലും കോമൺ ആയിട്ട് ഒരേ ഒരു എലമെന്റേ ഉള്ളൂ, 1. Okay, so you can see that these 3 sets are non-empty sets. Okay, that is A intersection B, B intersection C and A intersection C are non-empty sets. Okay, ഇനി നോക്കാം. What is A intersection B intersection C? ഈ 3ലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? ഈ 3ലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് ഇല്ല. ഓക്കെ, സോ വി റൈറ്റ് എംപ്റ്റി സെറ്റ്. ഓക്കെ, ഇങ്ങനെ എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് സൊല്യൂഷനായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്തു.